ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 ആണ്. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇൻട്രോ ഒക്കെ നമുക്ക് സ്കിപ്പ് അടിച്ച് കളയാം. ഡേ 1ലേക്ക് പോക്കാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് എക്സ്കേപ്പ് ആണ്. നമുക്ക് ഗേറ്റ് എക്സ്കേപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം ഫസ്റ്റ്, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ വാതിലൊന്ന് തുറക്കാം, എന്നിട്ട് പുറത്തേക്ക് പോവാം. തുറക്കുന്ന സമയം കൊണ്ട് ഗ്രാനി വരുവാണ്. അപ്പോൾ നമ്മൾ വാതിൽ തുറന്ന് നമുക്ക് താഴിലൂടെ പോവാം. ഗ്രാനി ഇതിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. താഴിലൂടെ പോവാം. ഇവിടുത്തെ ശബ്ദം കേട്ടുന്ന താഴത്തേക്ക് ഗ്രാനി വരും. അപ്പോൾ നമുക്ക് വാതിൽ തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ട്. ഗ്രാനി ഇപ്പം വരും. ഗ്രാനി വരുന്നില്ല, നമുക്കൊന്ന് പോയി നോക്കാം. വന്നിട്ടില്ലല്ലോ ഗൈസ്, ഗ്രാനി വരുന്നില്ല. നമുക്കിവിടെ കുറച്ച് നിന്ന് നോക്കാം. ഗൈസ്, ഗ്രാനി വന്നു. നമുക്ക് താഴെ വേഗം പോകണം. ഗ്രാനി ഇങ്ങോട്ടേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഗ്രാനി വരുന്നുണ്ടോ? ഗ്രാനി വരുന്നില്ല ഗൈസ്. ഒന്നും കൂടെ വെച്ചാക്കി വെക്കാം. ഇല്ല ഗൈസ്, ഗ്രാനി വരുന്നില്ല. നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം. ഗ്രാനി വന്നു. ഗ്രാനി ടാൻ്റെ ഉള്ളോട്ട് കയറി. ഗ്രാനി നമ്മളെ തൊട്ട് പോകില്ല. നമുക്ക് വേഗം മുകളിൽ പോയിട്ട് സാധനങ്ങൾ തപ്പാം. ഓ ഗൈസ്, ഗ്രാനിയുടെ ട്രാപ്പ് ഇട്ടു. നമ്മൾ ട്രാപ്പ് പൊട്ടിച്ച് വന്നു. നമുക്ക് ഇടില്ലാതെ ഉണ്ടാക്കാം. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ? മാച്ച് ബോക്സ്, തീപ്പെട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേബിളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്കാം. ഒന്നുമില്ല ഗൈസ്. വീട്ടിൽ നിന്ന് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നല്ല പണിയാണ്. ഇതിനകത്തൊന്നുമില്ല. കബോർഡിലും ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. നമ്മൾ വെറുതെ ഇതിൽ പരത്തുന്നു. ഓ, നമുക്ക് ഫുഡ് കിട്ടി. വേറെ ഒന്നുമില്ല ഗൈസ്, ഫുഡ് മാത്രമേ ഉള്ളൂ. ഷെൽഫിൽ വെപ്പൺ കിട്ടി. ഗ്രാനിയായിരുന്നു. കിട്ടിട്ട് മുകളിലോട്ടേക്ക്. അപ്പം നമുക്ക് വെപ്പൺ കിട്ടി. നമ്മൾ മുകളിൽ പോകണം. എനിക്ക് വെപ്പൺ എടുത്തിട്ട് വരാം. നല്ല വെപ്പൺ കിട്ടി. റൂമിൽ പോകണം. ഫസ്റ്റ് ആ റൂമിൽ പോകണം. വെപ്പൺ എടുക്കാം. വെപ്പൺ കിട്ടി. നമുക്ക് ഗ്രാനിനെ അടിക്കാം. വെപ്പൺ ഗ്രാനി. ഓ, കല്ല് പൊറുക്കിയിട്ടില്ല. ഗ്രാനിനെ മുകളിൽ കൊണ്ടുപോകാം. ബാക്ക് തന്നെ വരുന്നുണ്ട്. ആ റൂം ലോക്കാണ്. നമുക്ക് ഈ കട്ടിൻ്റെ അടിയിലിരിക്കാം. കാല് കാണുന്നുണ്ട് ഗ്രാനീൻ്റെ. ഗ്രാനി വന്നു.
ഇവിടുന്ന് പോവാത്തേ. പോയി നമുക്ക് ഇവിടെയുള്ള പരതാം. ടേബിളിൻ്റെ ഉള്ളിലെന്തെങ്കിലും ഉണ്ടാവും. പോവാത്തേ. ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഡോറ് തുറന്ന് റൂമിൽ കയറാം. മുകളിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്കെന്നിട്ട് തുറക്കാൻ പറ്റുന്നില്ല. മുകളിൽ പോയിട്ട് കാക്കേനടിക്കുന്നല്ല നോക്കണം. കാക്കേനടിക്കാം എന്നല്ല നോക്കിയാലേ. കാക്കെവിടെ? ഓ, കാക്കേനെടുത്ത് ഷെഡ് ചെയ്യാണ്. നമുക്ക് കാക്കേനെ ആദ്യം പായിപ്പിക്കണം. ചത്തു പോകരുത്. ഇവിടെ ഒന്നും എന്തായാലും ഒന്നും ഉണ്ടാവില്ല. ആ ഡോളിനെ എടുത്തിട്ടൊന്നും ഡോൾ എവിടെയൊന്നും ഉണ്ടായേ. ഡോളിനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നല്ലേ. ഇത് താഴെ പോയിട്ട് കല്ല് കുറക്കണം. ഫസ്റ്റ് നമുക്ക് കല്ല് കുറക്കാം. എന്നിട്ട് നമുക്ക് ഗ്രാനിനെ അടിച്ചിടാം. അപ്പോൾ ആദ്യം കല്ല് കുറക്കണം. ഗ്രാനിയുടെ ഒന്നുമില്ല. ഡോർ ഓർക്കാം. തുറന്ന് ഇവിടെ ഒന്നും സ്റ്റോണില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. അപ്പുറത്തങ്ങനെ ആടുന്ന് തിളങ്ങുന്നുണ്ട്. എടുക്കാം. ഒരു സ്റ്റോൺ കിട്ടി. ഒന്നും കൂടി. ഇനി 2 സ്റ്റോൺ വേണം. അങ്ങനെ ഒന്ന് തിളങ്ങുന്നുണ്ട്. അതും എടുക്കാം. ഇനി ഒരു സ്റ്റോണും കൂടി വേണം. ഗ്രാനി തലമണ്ട കോക്കി നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് 30 സെക്കൻഡേ ഉള്ളൂ. ഡിക്കിൻ്റെ ഉള്ളൊന്നുമില്ല. സ്റ്റോൺ ഇതെവിടെ? ഇപ്പം 2 സ്റ്റോണായി. നമുക്ക് താഴെ പോയിട്ട് വെപ്പണെടുത്ത് മാച്ച് എടുത്ത് മുകളിൽ പോവാം. അതാ നല്ല. വുഡ് കത്തിക്കാം. വുഡ് താഴെയുള്ള അവിടുത്തെ മുകളിൽ കൊണ്ടുവരാം. വുഡ് ആ കബോർഡ് നേരത്തെ മുകളിൽ കൊണ്ടുവരാം. അന്നേരം നമുക്ക് കാക്കേൻ്റെ അടിക്കുള്ള ഷെഡ് കിട്ടും. ഷെഡ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്കിനി അവിടെ കൊണ്ടുപോയി കത്തിക്കാം. ഈ കത്തിക്കൽ വലിയ പണിയൊന്നുമല്ല. കത്തിക്കാൻ അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോകാം. പോയിട്ട് നിൽക്കാം. ഫസ്റ്റ് വെപ്പൺ ആദ്യം എടുക്കാം. മുകളിൽ പോവാം. അഥവാ അങ്ങനെ ആടുന്നങ്ങനെ ഗ്രാനി എണീച്ചാളി. നമുക്കിപ്പം കാക്ക പോയി പുകയുന്നുണ്ട്. ഇതോടെ ഡ്രോപ്പ് ചെയ്യാം. താഴെ പോയി. ഇല്ല അടിയുണ്ട്. നമുക്കെൻ്റെ ഷെഡ് അങ്ങ് എടുക്കാം. ഇതിലൂടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചാടാൻ പറ്റും. ഇവിടുന്ന് ചാടാം. താഴെത്തി നമുക്കിനി താഴെ പോവാം. സ്റ്റെപ്പ് വല്ലാത്തൊരു സ്റ്റെപ്പാണ്. ചുറ്റി നമുക്ക് ഫസ്റ്റ് താഴെ പോവാം.
എനിക്ക് ആദ്യം നമുക്ക് താഴെ പോയിട്ട് ഗ്രാനി ഷൂട്ട് കൊണ്ടില്ല കൊണ്ട് ആയി. നമ്മളടുത്ത് ഒരു കല്ലേ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മുറ്റത്ത് കല്ല് തുറക്കാൻ വന്നിട്ടുള്ള ഒരു കല്ലും കൂടി ഗ്രാനീനെ അടിച്ചിട്ട് താഴെ പോവാം. ഗ്രാനി അടുത്തന്നില്ല നിന്നിട്ടുണ്ട്. തലക്കൊക്കെ അടിക്കാം. 2 മിനിറ്റ് 30 സെക്കൻഡ് വരില്ല. നമുക്ക് വേഗം എടുക്കണം. സ്റ്റോൺ ഇവിടെ ഇല്ലേ? ഇന്നിതാ ഇവിടെ ഉണ്ട്. കലങ്ങെടുക്കാം. ഒരു സ്റ്റോണായി. ഈ സ്റ്റോൺ കൊണ്ട് നേരെ താഴെ പോവാം. താഴെ ഗ്രാനി ജോലിയാ. നമ്മളപ്പോൾ എന്തായിരുന്നു? എനിക്ക് താഴെ പോയിട്ട് താഴെ പോ ഈ ചില്ല് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോക്കാം. ഫ്യൂസ് കിട്ടി ഗൈസ്. ഫ്യൂസ് കമ്പിപ്പാരയും കിട്ടി. ഫ്യൂസ് നമുക്ക് എടുക്കും. ഫ്യൂസ് നമുക്കുണ്ടെങ്കിൽ മുകളിൽ അവിടെ ഇടാം. കമ്പി എടുത്തുകൊണ്ടൊന്ന് പെട്ടി തുറക്കാം. ഇത് പെട്ടി തുറക്കുമ്പോൾ പെട്ടി തുറന്നിട്ട് മുകളിലും ഉണ്ടൊരു പെട്ടി. ജനറേറ്റർ കേബിളിന് ആവശ്യമുണ്ട്. നമുക്ക് ജനറേറ്ററിന് ആവശ്യമുണ്ട്. നമ്മൾ വെപ്പൺ എടുത്തിട്ട് വെപ്പൺ എവിടെയിട്ടിട്ട് നമുക്ക് മുകളിൽ പോയാലോ? വെപ്പൺ എവിടെയിടാം. നമുക്ക് കമ്പിയുടെ ഫ്യൂസ് എടുത്ത് ജനറേറ്റർ കേബിളെടുത്ത് മുകളിൽ പോവാം. പുറത്ത് പോയിട്ട് അസ്ഥി കൂടലാടുണ്ട്. ഇവിടെ എങ്ങനെ ഉണ്ടാവും നോക്കണം. പുറത്ത് പോയിട്ട് ജനറേറ്ററിൻ്റെ കേബിളിടാം. എനിക്ക് മുകളിൽ പോയിട്ട് ഫ്യൂസ് ഇടാം. അതാ നല്ല. അങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു കല്ല് ഇങ്ങെടുക്കാം. നമ്മളെടുത്ത് ഒരു കല്ലും കൂടി ഷെഡ് വെച്ചിട്ട് തുറക്കാതെ. ഇതിലൊന്നുമില്ലേ? ആക്സിലേറ്റർ നമുക്ക് ആവശ്യമില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ കാണും. ജനറേറ്റർ ഓണാക്കിയാൽ നമുക്ക് മുകളിൽ പോവാം. താഴെ പോവാം. ഗ്രാനി എണീച്ചെടുക്കും. ഇതൊരു സ്റ്റോൺ ഉണ്ടാകും. എടുക്കാം. നമുക്കിനി താഴെ പോയിട്ട് അവിടുന്ന് ഒന്നിച്ച് വെപ്പൺ എടുക്കാം, അല്ലെങ്കിൽ കമ്പി എടുത്തിട്ട് മുകളിൽ പോയിട്ട് പെട്ടി തുറക്കാം. നമുക്ക് തൽക്കാലം ഫ്യൂസ് എടുക്കാം. ഫ്യൂസ് എടുത്ത് നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ടിടാം. മുകളിലെ CCTVയിലിടാം. അവിടെ ഫ്യൂസാണ് വേണ്ടത്. ഫ്യൂസ് കൊണ്ടുപോയിടാം. നമ്മൾ മുകളിലെത്തി. ഇവിടെ ഗേറ്റെല്ലാം കാണുന്നുണ്ട്. ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. ഗേറ്റ് അൺലോക്കായി. ഇനി നമുക്കൊന്നുണ്ട് അയ്യോ നമുക്ക് കീഴോട്ടങ്ങ് പോവാം. നമുക്ക് പ്ലാങ്ക് എവിടെയാന്ന് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാൻ കഴിയും. പ്ലാങ്ക് എവിടെയാന്നുള്ളേ നമുക്ക് ഫസ്റ്റ് അത് കണ്ടുപിടിക്കണം. നമുക്ക് പുറത്തുനിന്ന് നമുക്ക് താഴെ നമ്മൾ ഫസ്റ്റ് പ്ലാങ്ക് കണ്ടി. നമുക്ക് ആദ്യം പോയിട്ട് അതെടുക്കാം. പ്ലാങ്ക് താഴെയുള്ളു. നമുക്ക് ഈ ഓൾസിലോട്ട് പോവാം.
ആടെ ആ പ്ലാങ്കൾ അതാ എടുത്തിട്ട് നേരെ പോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ആദ്യം മുകളിൽ എന്നിട്ട് നമുക്കറിഞ്ഞ് ഗണ്ണെടുത്തിട്ട് ഗ്രാനീനെ പോയി അടിക്കാം. ഇവിടെ ഗ്രാനി ഇവിടെ കൊണ്ട് അത് വെക്കാം. തലവണ്ട കോക്കിയൊരു അടിയൊന്നും കിട്ടും. 2 മിനിറ്റ് കിട്ടി. നമുക്ക് വേഗം പോയിട്ട് പ്ലാൻ വെക്കാം. മുകളിൽ വേഗം പോകണം. വേഗം പോയിട്ട് പ്ലാൻ അവിടെ കൊണ്ടുവെക്കാം. ഇതൊന്നും ഗ്രാനി പോകുന്നിടയ്ക്കെല്ലാം ട്രാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. നമുക്കത് വേഗം കൊണ്ടുവെക്കാം. ഇപ്പോൾ ഗ്രാനി എണീക്കും. ഇവിടെ പ്ലേസ് വേഗം പോവാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവണം. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. ഇവിടെ ഉണ്ട് ബ്രിഡ്ജ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പോവേ വേണ്ടു. ഇതാടിയിട്ടൊന്ന് ഇത് എവിടെയാണല്ലോ ഫിക്സ് ചെയ്യണ്ട. ഇവിടെ തന്നെ തിരിച്ചാൽ ഓക്കെ. നമ്മൾ ഇതിൻ്റെ എക്സ്കേപ്പ് ആകാൻ പോകുന്നു. ഇനി ഗേറ്റോടെ നമ്മൾ പുറത്തേക്ക് എത്തി. നമ്മളിതാ പോക്കാണ്. നമ്മൾ ഗ്രാനി അടുത്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഗെയിം കഴിഞ്ഞ് നമ്മൾ ജയിച്ചു. അപ്പോൾ അടുത്ത നമ്മളെ വീഡിയോ ഉടൻ തന്നെ വരും. ഗ്രാനി 3 തന്നെ നമ്മൾ അടുത്ത ട്രെയിൻ എക്സ്കേപ്പാണ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ പോയി കണ്ടോ. നമ്മൾ അടുത്ത തന്നെ വീഡിയോ വരുന്നതാണ്. ഓക്കെ ബൈ.